ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് പുതിയ രണ്ടുപേരെ പരിചയപ്പെട്ടാലോ? ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് അഡീനിയം എന്ന് പറയുന്ന ചെടിയുടെ വിത്തുകൾ. അഡീനിയം എന്ന് പറയുന്ന ചെടി ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ തണ്ടുകളുടെ വലിപ്പവും പൂക്കളുടെ ഭംഗിയും തന്നെയാണ്. ഇതിൻ്റെ വിത്തുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു തണ്ട് ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നും അല്ലേ? ഈ വിത്തുകൾ നന്നായി മൂത്ത് വരുമ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങും. പൊട്ടുമ്പോൾ ഇതിനുള്ളിൽ നിന്നും അപ്പൂപ്പൻ താടി പോലെയുള്ള വിത്തുകളാണ് പുറത്തേക്ക് വരുന്നത്. അത് പാറിപ്പോവാതിരിക്കാൻ ഇത് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ വാഴയുടെ നാരിട്ടോ എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടിവെച്ചാൽ അത് സേഫായിട്ട് അവിടെ ഇരിക്കും. പിന്നീട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കുഴിച്ച് വെച്ച് വിത്തുകളൊക്കെ മുളപ്പിക്കാം. അങ്ങനെ മുളപ്പിച്ചതാണ്. അഡീനിയം പ്ലാന്റുകൾ രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് മൾട്ടി ആയിട്ടുള്ളതും മറ്റൊന്ന് സിംഗിൾ ആണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സിംഗിൾ ആയിട്ടുള്ളതാണ്. മഴ കൊണ്ട് നിൽക്കുന്നത് തന്നെ പൂക്കൾ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുവേ. ഇനി മറ്റൊരാളെ പരിചയപ്പെടാം. ഇതാണ് വോണ്ടറിങ് ജൂ. ഇത് അത്യാവശ്യം ഏത് കാലാവസ്ഥയോടും യോജിക്കും. എന്നാൽ മഴ സമയങ്ങളിൽ അധികം അത് മഴ നനയിച്ചാൽ കുറച്ചൊക്കെ നശിച്ചും പോകാൻ സാധ്യതയുണ്ട്. ഇവർ വളർന്നു വരാൻ അധിക നാളൊന്നും വേണ്ട. ഏകദേശം 1 മാസം അടുത്ത് എന്തായാലും നല്ല രീതിക്ക് ഗ്രോത്ത് ഉണ്ട്. ചെടികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്ന് അവിടെ നിൽക്കുകയാണ്. അവൻ എന്തെങ്കിലും ഫുഡ് കൊടുക്കാനെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.